നമ്മുടെ വീരപ്പൻ്റെ കാടാണ്. സത്യമംഗലം കാട്ടിലൂടെയാണ് നമ്മളിനി മൈസൂറിലേക്ക് പോകുന്നത്. അപ്പം ഒരടിപൊളി ആന കേട്ടോ. വണ്ടി സൈഡിൽ കൂടെ പോകുന്നത് മിണ്ടാതെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. വണക്കം, ദി സിസ്റ്റർ ആഫ്ഗ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു യാത്രയിലാണ്, മൈസൂറിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ 4 മണിക്ക് തിരിച്ച് തമിഴ്നാട് വഴി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തമിഴ്നാട് വഴി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ നാഗർകോവിൽ കഴിഞ്ഞ് നാഗർകോവിൽ ബൈപ്പാസിലാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് ബാക്കി യാത്ര പോകാമെന്ന് വിചാരിച്ചു. അതുകൂടെ രാവിലെ എഴുതിയിട്ട് എന്തൊക്കെ പറയുന്നത്? എന്താ ഹൈവേ റോഡ്? ഏതാ ഹൈവേ റോഡല്ലേ? അപ്പോൾ അടിപൊളി ഒരു മൈസൂറിൻ്റെ കാഴ്ചകളാണ് ഇനി വരുന്ന വീഡിയോസ് എല്ലാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇത് നമ്മുടെ നാഗർകോവിൽ ബൈപ്പാസാണ് കേട്ടോ. നാഗർകോവിൽ നിന്ന് മെയിൻ ഹൈവേ, എക്സ്പ്രസ് ഹൈവേ NH44 കയറുന്ന ഹൈവേ ആണ്, അല്ല ബൈപ്പാസാണിത്. അപ്പോൾ ഇത് ടോളുള്ള ബൈപ്പാസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു ചായക്കടയിൽ നിന്ന് അപ്പോളോ ടീ സ്റ്റാൾ എന്നൊരു ചായ കുടിക്കാൻ കയറിയാണ്. ഇവിടെ നല്ല ഭംഗിയാണ്, ആ മലനിരകളൊക്കെ എന്ത് രസമാണ് നോക്കിയാൽ. അപ്പോൾ നല്ല ചൂട് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആ മലനിരകൾ കാണാൻ എന്ത് രസമാണെന്ന് നോക്കാം, അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ല രസമാണ് രാവിലെ ഇതുവഴി പോകാൻ. അപ്പോൾ ഇനി ഹൈവേ പോയിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ നാഗർകോവിൽ ബൈപ്പാസ് കഴിയാറാവുന്നു. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയാൽ ആ മെയിൻ നമ്മുടെ കന്യാകുമാരി ബോംബെ ഹൈവേ ആണ്, NH44 ആണ്. ഈ ഒരു വഴി വന്നുള്ള പ്രത്യേകതയാണ്, നല്ല ഭംഗിയുള്ള കാഴ്ചകളും രാവിലെ ആ ഒരു വിൻഡ് മില്ലും ആ ഒരു സൺറൈസിൻ്റെ ഭംഗിയും മലനിരകളും ഒക്കെ കാണാൻ വല്ലാത്തൊരു ബ്യൂട്ടിയാണ് കേട്ടോ. അപ്പം രാവിലെ ഇതുവഴി വന്നാൽ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയൊക്കെ കാണാം. എന്ത് രസമാണ് നോക്കിയേ കേട്ടോ. അപ്പോൾ നമ്മൾ ആ മെയിൻ ഹൈവേ കയറാൻ പോകുന്നു. ഇവിടെ നിന്ന് നേരെ ഇനി പോകണം മധുരൈ വഴി നേരെ മൈസൂറിലേക്കാണ്. അപ്പോൾ തമിഴ്നാട് റോഡ് ചൂസ് ചെയ്ത് നല്ല റോഡും പെട്ടെന്ന് എത്തും എന്നുള്ളത് കൊണ്ടാണ് തമിഴ്നാട് റോഡ് ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ മൈസൂർ നമുക്ക് വേറെ റൂട്ടുണ്ട്, നിലമ്പൂർ വഴി പോവാം, അല്ലെങ്കിൽ പാലക്കാട് കോയമ്പത്തൂർ വഴി പോവാം. അപ്പോൾ ലെറ്റ്സ് ഗോ. മൈസൂർ പോകാനായിട്ട് നമ്മുടെ ട്രാവലത്ത് ഒരുപാട് വഴികളുണ്ട്. ഒന്നുകിൽ നമുക്ക് നിലമ്പൂർ വഴി പോകാവുന്നതാണ്, നിലമ്പൂർ വഴി പോവാം. നിലമ്പൂർ, ഗുണ്ടൽപേട്ട്, ബന്ദിപ്പൂർ വഴി മൈസൂർ പോവാം. അല്ലെങ്കിൽ പാലക്കാട് കോയമ്പത്തൂർ കണക്ട് ചെയ്ത് പോവാം. അല്ലെങ്കിൽ നമുക്ക് ഈ തമിഴ്നാട് വഴി പോകാം. അപ്പം ഞാനിപ്പോൾ തമിഴ്നാട് ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നല്ല റോഡ് ആയതുകൊണ്ട് മാത്രമാണ്. യെസ്, ഹൈവേ ആയതുകൊണ്ടാണ്. അതൊരു ഹൈവേ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ റോഡ് ചൂസ് ചെയ്തത്. അപ്പോൾ സമയം ഇപ്പോൾ രാവിലെ 8 മണിയായി. ഞങ്ങൾ മധുര അടുപ്പിച്ചെത്താറായി, വിരുദനഗറൊക്കെ ആയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ ബർമ കടയുണ്ട്. നമുക്ക് വിരുദനഗറിൽ 2 ബർമ കടയുണ്ട്, ഒന്ന് നോൺ വെജും ഒന്ന് വെജും. അപ്പോൾ ബർമ കട വെജ് റെസ്റ്റോറൻറ്റിലാണ് വന്നത്. അപ്പൊ നമുക്കൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം ബാക്കി യാത്ര, അല്ലേ? അതോ MJ ആണ്. അപ്പൊ നമുക്ക് ഈ ബർമ കടയിൽ പോയി അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? അപ്പൊ ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന ബർമ കട കേട്ടോ. ഇതൊരു വെജ് റെസ്റ്റോറൻ്റ് ആണ്. ബർമ കടയ്ക്ക് നോൺ വെജും ഉണ്ട്, വെജും ഉണ്ട്. നോൺ വെജും ആക്ച്വലി ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ വിരുദനഗറിലുള്ള ബർമ കട. നല്ല ചൂട് പൊറോട്ടയും ഒക്കെ കിട്ടുന്നൊരു ബർമ കടയാണ്. ഇത് അവരുടെ വെജ് റെസ്റ്റോറൻ്റ് ആണ് ഈ ബർമ കട. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ റെസ്റ്റ് റൂമൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ട്രാവലേഴ്സ് ഇപ്പം കാറിലോ ബൈക്കിലോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് ഇവിടെ കഴിക്കുകയാണെങ്കിൽ പുറത്ത് റെസ്റ്റ് റൂംസ് ഉണ്ട്, ലേഡീസിനും ഉണ്ട് ജെൻസിനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം ബാക്കി യാത്ര. ഫുഡൊക്കെ എങ്ങനെയാണ് നോക്കണം. ആദ്യമായിട്ടാണ് ഞാൻ ഈ കടയിൽ കയറുന്നത്. അപ്പോൾ എന്താ ബർമ കടയ്ക്കകത്ത് കയറാം. വെൽക്കം ടു ബർമ കട. ഓയിൽ പൊറോട്ട, മഷ്റൂം ലീഫ് പൊറോട്ട, പനീർ ലീഫ് പൊറോട്ട, മഷ്റൂം കൊത്ത് വീശ്, കുറേ പൊറോട്ട ഐറ്റംസ് ഉണ്ട്, സൂപ്പ് ഐറ്റംസ് ഉണ്ട്, ബിരിയാണി ഐറ്റംസ് ഉണ്ട്, മോക്ക് നോൺ വെജ് ഐറ്റംസ്, വെജ് ചിക്കൻ, വേഗൻ മട്ടൺ, വേഗൻ പ്രോൺ. അപ്പോൾ നമ്മുടെ ബർമ കടയുടെ അടുത്ത് തന്നെ ആ ഒരു റെസ്റ്റോറൻറ്റ് അടുത്ത് ഇവിടെ ചെറിയ കിഡ്സ് പ്ലേ ഏരിയ ആണ്. അത് വന്നുടനെ ആദ്യം കണ്ട കിഡ്സ് പ്ലേ ഏരിയ ആണ്. അത് നോക്ക്, ഇത് അത് വലിഞ്ഞങ്ങ് മേളിൽ കയറി. അത് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കളിക്കാം. നമ്മളെപ്പോഴും പോകാറ് ഇവിടെ നിന്നൊരു കുറച്ചടുത്തുള്ള ടെമ്പിൾ സിറ്റിയിലാണ്. മറ്റേ എൻ്റെ മിക്ക ട്രാവൽ വ്ളോഗിലും ഉണ്ട്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ടെമ്പിൾ സിറ്റിയിലാണ്, മറ്റേ കാളയും പശുവും ഒക്കെ ഉള്ള. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ മാറി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പം ഈ ഒരു ബർമ കടയിൽ കയറി കേട്ടോ. അപ്പം ഞങ്ങൾ ബർമ കടയിൽ നിന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ ഇഡലി, ഗീ റോസ്റ്റ്, മസാല ദോശ പറഞ്ഞു, കുഴപ്പമില്ല, നോർമൽ ഭക്ഷണമാണ്. ഭക്ഷണം കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോശമില്ലാത്ത ഭക്ഷണമാണ്. അത് ഗീ റോസ്റ്റ് കഴിച്ചു, അത് വലിയ മോശമില്ലാത്ത ഭക്ഷണമാണ്. അപ്പം ഇതുവഴി മധുരയൊക്കെ പോകുന്നവർക്ക് ബർമ കടയിൽ വെജ് ഷെയറിംഗ് കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്.
പിന്നെ അതേപോലെ വാഷ്റൂമൊക്കെ ഉണ്ട്, ഫ്രഷ് ആവാം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ യാത്ര തുടരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഡിണ്ടിക്കൽ കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ റോഡ്, അതായത് ഓടൻചത്രം ആ വഴി തിരിഞ്ഞു. ഓടൻചത്രത്തിലൂടെ ഇപ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയുക തിരുപ്പൂർ സൈഡ് പോവാണ്. തിരുപ്പൂർ വഴി കോയമ്പത്തൂർ സൈഡ്, കോയമ്പത്തൂർ കയറുന്നൊന്നുമില്ല, ബട്ട് ആ ഒരു സൈഡാണ്. തിരുപ്പൂർ വഴി നമ്മൾ നേരെ ചെന്ന് മൈസൂർ റോഡ് കയറാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഓടൻചത്രം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് തിരുപ്പൂർ റോഡ് പോവാണ് കേട്ടോ. നല്ല ഹൈവേസ് ആണ്, നല്ല ഹൈവേ ആണ്, നല്ല റോഡാണ്. എന്താ പറയുക, ഭയങ്കര രസമുള്ള റോഡാണ്. നടുക്ക് ഹൈവേയുടെ നടുക്ക് കംപ്ലീറ്റ് ബൊഗൈൻവില്ലയും അരളിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള വഴികളും, പിന്നെ രണ്ട് സൈഡിലും കൃഷിയിടങ്ങളും, പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുവഴി പോകുന്നവർക്ക് ഭക്ഷണം കഴിക്കാനൊരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ്, നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ നേരെ തിരുപ്പൂർ വഴി, തിരുപ്പൂർ ഇസ് ഫേമസ് ഫോർ ടെക്സ്റ്റൈൽസ്, ക്ലോത്തിങ്. അപ്പോൾ തിരുപ്പൂർ വഴി നമ്മൾ നേരെ പോകുന്നു മൈസൂറിലേക്ക്. നമ്മൾ ഇപ്പോൾ എങ്ങനെ പല്ലാടം വഴി മൈസൂർ പോകുന്ന റൂട്ടാണ്. അപ്പം കരിക്ക് മേടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇവിടെ ഒരു സ്ഥലത്ത് വന്ന് കരിക്ക് മേടിച്ച് കുടിക്കാൻ നിൽക്കുകയാണ്. കരിക്ക് വെള്ളം അദ്ദൂര്. ഇത് ഏത് സ്ഥലം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ബോർഡും തമിഴിലായതുകൊണ്ട് കൃത്യമായി അറിയില്ല. എന്തായാലും പല്ലാടം എന്ന് പറഞ്ഞൊരു സ്ഥലം വഴി അവിനാശി, അവിനാശി വഴിയാണ് നമ്മൾ മൈസൂർ പോകുന്നത്. ഉണ്ടോ? അപ്പോൾ അതാ കരിക്ക് കുടിക്കാനായിട്ട് ഗൂഗിൾ പേ ആ ചേച്ചിയുടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൂഗിൾ പേ ചെയ്യാം. അപ്പോൾ ഇതുവഴി നിന്ന് ഒരു കരിക്ക് കുടിച്ചിട്ട് നമുക്ക് നേരെ പോവാം മൈസൂറിലേക്ക്. കൊള്ളാമോ? വെള്ളം ഉണ്ടോ? അതും നല്ല വെള്ളം ഉണ്ടായിരുന്നോ? കരിക്കുണ്ടോ അതിനകത്ത്? ഒരു കൂടെ പറഞ്ഞു. എനിക്കാണോ? ഒരു കൂടെ പറഞ്ഞു. ഒരു കരിക്കിന് 60 രൂപയാണ്. എന്തായാലും കരിക്കുള്ള നല്ലതാണ്. ചൂട് സമയത്ത് ഇളനീർ നല്ലതാണ്. പിന്നെ ഏതെങ്കിലും നല്ല മെയിൻ ഒരു സിറ്റിയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം. നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ സിറ്റി പല്ലാടാണ്. പല്ലാടത്ത് നിന്ന് അവിനാശി പോകുന്ന റൂട്ടാണ് കേട്ടോ. ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ്. അത്യാവശ്യം കടകളൊക്കെ ഉണ്ട്, ബട്ട് വലിയ റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയൊന്നുമില്ല. ബട്ട് ചില ടൗണിൽ വരുമ്പോൾ വലിയ വലിയ കടകളൊക്കെ ഉണ്ട്. എന്തായാലും ഇളനീര് കരിക്ക് കുടിച്ചിട്ട് ബാക്കി യാത്ര പോകണം. ഞങ്ങളങ്ങനെ അവിനാശി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു അവിനാശി, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ, ലഞ്ച് കഴിക്കാൻ ടൈമായി. അപ്പോൾ ഇവിടെ ഒരു പോളോ ലോഞ്ച് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കണ്ടു. ഒരു വലിയ സ്പേസ് ഒക്കെ ഉള്ള റെസ്റ്റോറൻറ്റ്. ഐ മീൻ നല്ല ആമ്പിൾ പാർക്കിങ്ങും പിന്നെ ഔട്ട്ഡോർ സ്പേസും ഇൻഡോറും ഒക്കെ ഉള്ള വലിയൊരു സ്പേസാണ്. അപ്പം മെനു ഞാൻ ജസ്റ്റ് പോയി നോക്കിക്കൊള്ളാം. അത്യാവശ്യം എല്ലാ മെനൂസും ഉണ്ട്. ചൈനീസും ഉണ്ട്, ഇന്ത്യനും ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അപ്പോൾ ഇവിടെ കയറി എന്തായാലും ലഞ്ച് കഴിക്കാൻ വിചാരിച്ചു. ഇത് അവിനാശിയിലുള്ള പോളോ ലോഞ്ച് റെസ്റ്റോറൻ്റ് ആണ്. പ്ലസ് റെസ്റ്റോറൻറ്റ് കം ബാറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് സ്ഥലമൊന്നും ഞാൻ കാണിച്ചു തരാം. നല്ല രസമുള്ള സ്ഥലമാണ്. വൈകിട്ടൊക്കെ ഭയങ്കര രസമായിരിക്കും. കാര്യം പുറത്ത് അവർ ഹട്ട് പോലെ അടിച്ചിട്ട് ഇരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഉച്ചയ്ക്ക് ചൂടായതുകൊണ്ട് നമ്മൾ അകത്തിരിക്കാമെന്ന് വിചാരിച്ചു. നല്ല റെസ്റ്റോറൻ്റാണെന്ന് തോന്നി. എന്തായാലും ഭക്ഷണം കൂടെ കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പോളോ ലോഞ്ച് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കം ബാറും കൂടെ ആണ്. അപ്പം ഈ പറഞ്ഞ പുറത്ത് ഇരിക്കാനുള്ള സീറ്റിംഗ് സ്പേസ് ഇവിടെയാണ് കേട്ടോ. പിന്നെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. നല്ല വെയിലാണ്. എന്നാൽ ഇവിടെ പുറത്തിങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും. ഇതേപോലെ ഹട്ടുണ്ട്. നല്ല രസം കേട്ടോ. നല്ല അടിപൊളി എന്താ പറയുക, നല്ല ലോണൊക്കെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈവനിങ് ഒക്കെ എനിക്കൊന്ന് ഇവിടേക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അതേപോലെ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്യാബിൻസ്, അതായത് ഔട്ട്ഡോർ ഇരുന്ന് കഴിക്കാനുള്ള ഓപ്ഷൻസും അതിൻ്റെ വാഷ് ഏരിയ ഉണ്ട്. ഇത് നോക്കിയാൽ നല്ല രസമായിരിക്കുമല്ലോ. വൈകിട്ടാണ് രസം. കാര്യം ഇപ്പം ചൂടാണ്. കാര്യം ഇതൊരു പഗോഡ ടൈപ്പ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല സ്പേസിങ് ഉള്ള ഒരു 12-15 പേർക്ക് ഇരിക്കാം. ഇവിടെ റൂമിൽ വന്ന ഒരു 6 പേർക്ക് ഇരിക്കാം. അങ്ങനെ നല്ല ഇരിക്കാനുള്ള സീറ്റിംഗ് സ്പേസ് ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ അതേപോലെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഒരുപാട് സ്പേസ് ഉണ്ട്. അവിടെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ലോൺ പോലുണ്ട്. അപ്പം ഇതാണ് അവരുടെ മെയിൻ റെസ്റ്റോറൻറ്റ്. ഇതിനകത്ത് AC ഹാളാണ്. അപ്പോൾ നമ്മൾ ചൂടായതുകൊണ്ട് AC ഹാളിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. അതോടൊപ്പം പോളോ ബാർ എന്ന് പറഞ്ഞ ഒരു ആരോ അങ്ങോട്ട് കളിച്ചു. അപ്പോൾ അവിടെ അവരുടെ ബാറും കൂടാണ്. അപ്പോൾ ബാർക്കം റെസ്റ്റോറൻ്റ് ആണ് ഇത് ഇരിക്കുന്നത്. ഇത് അവിനാശി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. കോയമ്പത്തൂരിൻ്റെയൊക്കെ അടുത്താണ് അവിനാശി. അപ്പോൾ എന്തായാലും പോയി ഭക്ഷണം കഴിച്ചിട്ട് ആവാം ബാക്കി യാത്രയും. എന്തായാലും ഭക്ഷണം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം.
നല്ല സ്പേസിങ് ഒക്കെ ഉണ്ട്, നല്ല സീറ്റിംഗ് സ്പേസ് ഉള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. പുതിയ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഇരിക്കണം. അപ്പോൾ ഈ പോളോ ലോഞ്ച് റെസ്റ്റോറൻ്റ് ഒരു പുതിയ ഷോപ്പാണ് കേട്ടോ. ഒരു നിയർലി 1 year ഒക്കെ ആവുന്നേ ഉള്ളൂ ഇത് ഓപ്പണായിട്ട്. പിന്നെ ഇത് റെസ്റ്റോറൻറ്റും ഇതിൻ്റെ മേളിൽ ബാറും ഉണ്ട്. നല്ല മെനു ആണ് കേട്ടോ, അത്യാവശ്യം ഒരുപാട് ഐറ്റംസ് ഉള്ള മെനു ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം നമ്മളിപ്പോൾ എന്തായാലും പറഞ്ഞു, അതായത് വാഴയില ഒരു ചോറ് പറഞ്ഞു. ഇവരുടെ ഒരു മെയിൻ ഐറ്റമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ചിക്കൻ കറി ചോറ്, വാഴയില ചിക്കൻ കറി ചോറ്, ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിൻ്റെ ചിക്കനും ഉണ്ട് മട്ടനും ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല മെനു ആണ്, ഒരുപാട് ഐറ്റംസും ഉണ്ട്, വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. ഇതാണ് പോളോ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് മേളിൽ അവർക്കൊരു റൂഫ് ടോപ്പ് ബാറും ഉണ്ട്. പിന്നെ ഇവിടുത്തെ മാനേജറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇനി അപ്പുറത്ത് ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് ഒരു റെസ്റ്റോറൻറ്റ് ബാർ വരുന്നുണ്ടെന്നാണ്. ആക്ച്വലി ഇത് നല്ല റെസ്റ്റോറൻ്റ് ആണ്, നല്ല സ്പേഷ്യസ് ആണ്. എനിക്ക് തോന്നുന്നു വൈകിട്ടൊക്കെ വന്നാൽ ഭയങ്കര ഹാപ്പനിങ് പ്ലേസ് ആയിരിക്കും. കാര്യം വെളിയിൽ പകോടയും പിന്നെ ആ നോളിലൊക്കെ ടേബിൾസൊക്കെ ഇട്ട് അവർ ഡിന്നറൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നല്ല നല്ല മെനുകൾ, ഒരുപാട് ഡിഷസ് ഉണ്ട്. അതേപോലെ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് അവർ പുതിയ റെസ്റ്റോറൻറ്റ് ബാറൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് കോയമ്പത്തൂർ ഒരു 40-45 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും പറഞ്ഞത് പോളോ ലോഞ്ച്. അപ്പം നമ്മൾ പറഞ്ഞത് വാഴയില ചിക്കൻ ചോറും പിന്നെ ഒരു ഫ്രൈഡ് റൈസും ഒരു സെമി ഗ്രേവി ചില്ലി ചിക്കനും പറഞ്ഞു. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട് ലോഞ്ച് റെസ്റ്റോറൻറ്റ്. അപ്പം നമ്മുടെ വാഴയില എന്ത് ചോറ്, ചിക്കൻ ചോറ് വന്നിട്ടുണ്ട്. നമ്മൾ കഴിച്ചു കറി ചോറ്, അതായത് ചിക്കൻ കറിയും ചോറും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു സാധനം. മുകളിൽ ചിക്കനുണ്ട്, പിന്നെ എഗ്ഗ് ബുർജി പോലെ ഇട്ടിട്ടുണ്ട്, പിന്നെ ചോറ്. ഇതാണ് ഈ സാധനം. കഴിച്ചു കൊടുക്കാം. തമിഴ്നാടിൻ്റെ തനതായ ഒരു ചിക്കൻ കറി, ആ ഒരു മസാലയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിച്ച് പുറത്തിറങ്ങി. ലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഓക്കെ ആണ്. ഞാൻ കഴിച്ച എന്താ പറയുക ചിക്കൻ വാഴയില ചോറ് അത് നല്ലതായിരുന്നു. ഫ്രൈഡേസ് എല്ലാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ തോന്നിയത് വൈകിട്ടാണ് ഇപ്പോൾ ഭയങ്കര രസം. കാര്യം ലോണിലൊക്കെ അവർ ടേബിളൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് വൈകിട്ടാകുമ്പം കബാബ് ഗ്രിൽസ് അങ്ങനെയൊക്കെ ഇട്ട്. അപ്പോൾ വൈകിട്ട് കുറച്ചുകൂടെ ഭയങ്കര ഹാപ്പനിങ് ആയിരിക്കും. എന്തായാലും ഇതുവഴിയൊക്കെ പോകുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല റെസ്റ്റോറൻ്റാണ് ഈ പറഞ്ഞ ഈ പോളോ ലോഞ്ച് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മളിനി നേരെ ഇവിടുന്ന് മൈസൂരിലേക്ക് സത്യമംഗലത്തിൻ്റെ കാട് വഴി നമ്മൾ ഒരുപാട് ഹെയർ പിന്നൊക്കെ കയറിയാണ് മൈസൂർ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബെന്നാരി എത്തി. ബെന്നാരി ചെക്ക് പോസ്റ്റ് കയറി. ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ നിന്ന് ടിക്കറ്റ് അവർ തരും. ടിക്കറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പൈസ കൊടുത്തപ്പോൾ ഫ്രീ ആണെന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് കാടാണ്. അപ്പം കാട്ടിലൂടെയുള്ള യാത്രയാണ്. കാട്ടിലൂടെയാണ് നമ്മൾ സത്യമംഗലം കാടാണ്, നമ്മുടെ വീരപ്പൻ്റെ കാടാണ്. സത്യമംഗലം കാട്ടിലൂടെയാണ് നമ്മളിനി മൈസൂറിലേക്ക് പോകുന്നത്. അപ്പം അതിമനോഹരമായ കാഴ്ചയാണ് ശരിയാണ് കാണാൻ പോകുന്നത് കാട്ടിലൂടെ പോകുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങള് കാട്ടിനകത്തൂടെ ഉള്ള യാത്രയാണ്. നല്ല അതിമനോഹരമായ അടിപൊളി കാട്. 2 സൈഡ് ബ്ലഷ് ഗ്രീൻ ആണ്. അതിന്റെ നടുക്കൂടെ അടിപൊളി റോഡാണ് കേട്ടോ. ഫ്രണ്ടില് എന്തോ അതെ അത് പറയുന്നത് കാട്ടിൽ പോയിട്ട് ഇപ്പൊ മൃഗങ്ങളെ ഒന്നും കണ്ടില്ലെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 2 സൈഡും നല്ല ബ്ലഷ് ഗ്രീനും നടുക്കൊരു അടിപൊളി റോഡും ഫ്രണ്ടില് നല്ലൊരു വലിയ മലയൊക്കെയാണ്. അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. അതോ ഇവിടെ ഒരു ആന കേട്ടോ, അതാ വൈൽഡ്, അതോ അടിപൊളി. അപ്പൊ അതാ ഫസ്റ്റ് സൈറ്റിംഗ് ആണ് കാട്ടിലൂടെ പോയപ്പോ.
ഒരു അടിപൊളി ആന കേട്ടോ. വണ്ടി സൈഡിൽ കൂടെ പോകുന്നത് മിണ്ടാ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ ഈ കാട്ടിലൂടെ പോകുമ്പോൾ വണ്ടി നിർത്തി ഇറങ്ങുകയോ ഒന്നും ചെയ്യരുത്. വണ്ടി നിർത്താനും പാടില്ല. സ്ലോ മൂവിങ് ആവാം. വണ്ടി നിർത്തി ഇറങ്ങി ഫോട്ടോ എടുക്കാനോ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഫോറസ്റ്റുകാർ കണ്ട നല്ല ഫൈൻ കിട്ടും. അപ്പം ഫൈൻ മാത്രമല്ല, നമ്മുടെ ഭയങ്കര ത്രെട്ടാണ് നമ്മുടെ ലൈഫിന്. കാര്യം മൃഗങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് കണ്ട് ആസ്വദിച്ച് വണ്ടിയിൽ അങ്ങ് പോവുക. ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനോ സെൽഫി എടുക്കാനോ ഒന്നും നോക്കരുത് ഒരു കാട്ടിൽ. അപ്പൊ നമ്മൾ അടിപൊളി. അപ്പൊ അതുവിന്റെ ആഗ്രഹം നടന്നു അല്ലേ അതോ? ഇവിടെ മൊത്തം ഹനുമാൻ കുരങ്ങ. നോക്കിയാൽ ഇത് ഭയങ്കര റെയറാണ് കേട്ടോ. നമ്മുടെ മ്യൂസിയത്തിൽ വന്നിട്ട് ചാടിപ്പോയ ഐറ്റമാണ് ഈ ഹനുമാൻ കുരങ്ങ്. നോക്കി എന്തുമാത്രം ഹനുമാൻ കുരങ്ങാന്ന്. ഓയ്യോ അടിപൊളി കേട്ടോ ഇത്. ഞാൻ ആദ്യമായിട്ടാ ഇത്രയും കാണുന്നത്. ഭയങ്കര രസമാണ്. നോക്കാ ഇരിക്കുന്ന നല്ല ഹനുമാൻ കുരങ്ങാണ്. പാവം ആ ഫുഡ് നോക്കി ഇരിക്കുമായിരിക്കും. ഇവിടെ ഇപ്പൊ ഇഷ്ടംപോലെ മാനുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. കുറേ മാനുകൾ കേട്ടോ. നമ്മൾ നോക്കിയിരിക്കാനോ അതൊരു മാൻ എവിടെ കാണാൻ പറ്റും. നോക്കിയതോ അവിടെ നിൽക്കുന്ന മാന്. ഇഷ്ടംപോലെ മാനുകൾ കേട്ടോ. അപ്പൊ നമ്മളിപ്പോ വരുന്ന വഴിക്ക് ഒരു മാൻ കൂട്ടം കേട്ടോ. ഒരു 19 മാൻ ഇങ്ങനെ സൈഡിൽ നിൽക്കുകയാണ്. പക്ഷെ വണ്ടി ചേർത്ത് വന്നപ്പം കുറച്ച് അകത്തോട്ട് പോയി. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. നല്ല സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. കൊള്ളാം. ഇതൊരു യാത്ര ചെയ്താൽ എന്തായാലും സുഖത്ത്. ഇനിയും മൃഗങ്ങളെ കാണാനായിട്ട് വളരെ ആകാംക്ഷയോടെ കൂടി ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വൈൽഡ് ബോറിനെ കണ്ടു. അതൊരു ഫാമിലിയാണ്. അപ്പൊ ഈ ഒരു വൈകുന്നേരം ടൈം എനിക്കൊന്ന് കുറച്ചുകൂടെ ഈ ആനിമൽ സൈറ്റിംഗ് കിട്ടുമെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതുവഴി പോയപ്പോ ഇപ്പൊ മനസ്സിലാക്കിയത്. നമ്മള് തമിഴ്നാടിന്റെ ഫോറസ്റ്റ് റേഞ്ച് ഇറങ്ങി അടുത്ത വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്, കർണാടകയുടെ ഫോറസ്റ്റ് റേഞ്ചിലോട്ട് കയറുകയാണ്. ഇവിടെ നിന്ന് മൈസൂർ 100 കിലോമീറ്റർ, ഗുണ്ടൽപേട്ട 70 കേട്ടോ. ഇത് കർണാടകയുടെ ഫോറസ്റ്റിന്റെ എൻട്രി ആണ്. അപ്പോൾ അങ്ങനെ കാട്ടിലൂടെ യാത്ര ചെയ്ത് ഇങ്ങനെ നാട്ടിലെത്തി. വീടുകളൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ ഇവിടെ ഒരു ചെറിയ കടയിൽ നിന്ന് ചക്ക വിൽക്കുന്നുണ്ട്. ഒരു കടയിൽ ചക്ക ഒക്കെ വിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ചക്ക മേടിക്കാമെന്ന് വിചാരിച്ചു. അതോടൊപ്പം ഒരു സീതാപ്പഴം മേടിച്ചു. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ധാന്യങ്ങൾ വിൽക്കുന്നുണ്ട്. പുളിയുണ്ട്, പിന്നെ പംകിനുണ്ട്, വാട്ടർമെലനുണ്ട്, തേനുണ്ട്, ഇഞ്ചിയുണ്ട്. ഒരുപാട് കടയിൽ അങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ചക്ക മേടിച്ചു. ചക്കയും ഒരു സീതാപ്പഴം മേടിച്ചു കേട്ടോ. ഈ സീതാപ്പഴം ഇത് ചക്ക എടുത്തൊരു പ്ലാസ്റ്റിക് ബാഗിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഇഞ്ചിയുണ്ട്, നാടൻ ഇഞ്ചിയാണ്. ഇതുപോലെ ഒരുപാട് കടകളുണ്ട്. അവിടെ എല്ലാം ഇങ്ങനെ പഴങ്ങൾ വിൽക്കുന്നുണ്ട്, മാങ്ങയുണ്ട്. അപ്പോൾ ഇവിടെ ചക്ക ഒരുപാട് സ്ഥലത്ത് വിൽക്കുന്നതുകൊണ്ട് മേടിച്ചാണ്. അപ്പോൾ ഇനി നമുക്കിനി ഒരു 100 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ കാട് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ അടുത്ത മൈസൂറാണ്. അപ്പോൾ സത്യമംഗലം കാടായിരുന്നു. അപ്പോൾ കാട്ടിലൂടെയുള്ള യാത്ര കൂടി കഴിഞ്ഞു. കാരണം കർണാടക ചെക്ക് പോസ്റ്റ് നമ്മൾ എക്സിറ്റായി. ഇതായിരുന്നു ആ കർണാടക നമ്മുടെ ആ ഒരു കാടിൻ്റെ വഴി. നമ്മളിങ്ങോട്ടാണ് ഇനി മൈസൂറിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ
മൈസൂറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 20 കിലോമീറ്ററാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഞങ്ങൾ താമസിക്കുന്നത് ഐബിസ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയിലാണ്. അതൊരു ബിസിനസ് ക്ലാസ് ഹോട്ടലാണ് കേട്ടോ. നമ്മൾ എനിക്ക് തോന്നുന്നു സിംഗപ്പൂർ ഒക്കെ പോയപ്പോൾ ഐബിസാണ് എടുത്തത്. അപ്പം ഗോവ പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് മൈസൂർ ഐബിസ് സ്റ്റൈലിൽ എടുത്തത്. ഗോ ഇബിബോ വഴി ബുക്ക് ചെയ്തതാണ്. അപ്പം ഐബി സ്റ്റൈൽസ് ഇവിടെ നിന്ന് ഒരു 19 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് കുറച്ച് ഓടിച്ചപ്പോൾ എനിക്ക് വെയിലടിച്ചപ്പോൾ ഭയങ്കര കണ്ണ് ടയർഡായി. അപ്പോൾ അനുവിന് തൊടിക്കാൻ പറഞ്ഞു. അപ്പോൾ അനു ഓടിക്കുന്നുണ്ട്. അപ്പോൾ മൈസൂർ റോഡ് അനുവാണ് ഓടിക്കുന്നത്. അപ്പം എന്താ പറയുക, മൈസൂരിൽ കാണാനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതോടൊപ്പം കുറച്ച് ഫുഡ്, മൈസൂരിൻ്റെ തനതായ കുറച്ച് വിഭവങ്ങളോട് ട്രൈ ചെയ്യണം. എന്തായാലും അറൗണ്ട് ഒരു 14 hours എടുത്തു. ഇത്രയും 14 hours എടുക്കില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വന്നത് തമിഴ്നാട് സൈഡിൽ കൂടെ ആയതുകൊണ്ടാണ്. കാരണം ഈ സത്യമംഗലം കാടൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതുവഴി വന്നത്. അല്ലാതെ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നവർക്ക് ഒന്ന് പാലക്കാട് കോയമ്പത്തൂർ വഴി വരാം, അല്ലെങ്കിൽ നമ്മുടെ നിലമ്പൂർ വഴി, മഞ്ചേരി നിലമ്പൂർ വഴി, കൂടല്ലൂർ വഴി, ബന്ദിപ്പൂർ വഴി, ഗുണ്ടൽപേട്ട് വന്ന് മൈസൂർ വരാം. അങ്ങനെയും വരാം. അപ്പോൾ പല പല റൂട്ടുകളുണ്ട്. ഇഷ്ടമുള്ള റൂട്ട്, നല്ലൊരു റൈഡ് എക്സ്പീരിയൻസ് ഒക്കെ വേണമെങ്കിൽ, വണ്ടി ഓടിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിലും ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വേണമെങ്കിൽ ഞങ്ങൾ ഇന്ന് തമിഴ്നാട് റൂട്ട് വഴി ഈ സത്യമംഗലം കാടൊക്കെ കണ്ട് ആസ്വദിച്ച് വരാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഐബി സ്റ്റൈലിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൈസൂർ എത്തി. മൈസൂർ ഞങ്ങൾ താമസിക്കുന്നത് ഐബി സ്റ്റൈൽസിലാണ്. അപ്പോൾ നമ്മൾ ചെക്കിനൊക്കെ ചെയ്തു, റൂം നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മൈസൂരിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ.